ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നു. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലന്റെ നിർദ്ദേശമനുസരിച്ചാകും നാളത്തെ തിരച്ചിൽ. കാലാവസ്ഥ പ്രതികൂലമായാലും ലോറി കണ്ടെത്തും വരെ തിരച്ചിൽ തുടരും എന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സൈൽ വ്യക്തമാക്കി. ഇപ്പോഴത്തെ തിരച്ചിലിൽ തൃപ്തിയുണ്ട് എന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിരൂര് ഈ അർജുന്റെ കുടുംബത്തെ ഉൾപ്പെടെ ആ ഡ്രഡ്ജറിലേക്ക് എത്തിച്ചിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്താ സംഘവും ആ ഡ്രഡ്ജറിൽ എത്തിയിരുന്നുവല്ലോ. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കാർവാർ MLA അലക്സ്? ഉന്മേഷ, ആദ്യം പറയേണ്ടത് ഈ ഷിരൂർ ദൌത്യം, അർജുന് വേണ്ടിയുള്ള ഈ ദൌത്യം അത് തുടരും എന്ന് കാർവാർ MLA തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 70 ദിവസം, അതായത് അർജുനെ കാണാതായി 70 ദിവസം പിന്നിടുമ്പോഴും ആ ദൌത്യം 3 ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴും ഇതുവരെ ഇല്ലാത്ത നിർണായക നീക്കങ്ങൾ ഇന്ന് ജില്ലാ ഭരണകൂടം നടത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇന്ന് പ്രധാനമായി CP1 കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. ആ കോൺടാക്ട് പോയിന്റ് 1ലാണ് ഈ അർജുന്റെ ട്രക്ക് ഉണ്ടാകുമെന്ന് കുടുംബം സംശയിച്ചിരുന്നത്. അതുകൊണ്ട് രാവിലെ മുതൽ തന്നെ കാര്യക്ഷമമായ പരിശോധന, തിരച്ചിൽ അവിടെ നടന്നു. ഡൈവ് ചെയ്തുള്ള തിരച്ചിലാകട്ടെ, ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാകട്ടെ, അതെല്ലാം അവിടെ നടന്നു. അവിടെ നിന്ന് കൂടുതൽ ഭാഗങ്ങൾ കണ്ടെടുത്തു. അത് അർജുന്റെ ടാങ്കറിന്റെ വടം കണ്ടെത്തി, ആ ടാങ്കറിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി, അതിലെ ആംഗ്ലർ കണ്ടെത്തി, വടത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തി, മറ്റു ലോറികളുടെ അടക്കമുള്ള മറ്റു വാഹനങ്ങളുടെ ഒരുപാട് പാർട്സുകൾ ആ ഭാഗത്ത് നിന്ന് കണ്ടെത്തി അത് പുറത്തെടുത്തു. അവിടെ ഏതാണ്ട് വൈകുന്നേരം വരെയും ആ തിരച്ചിൽ പൂർണ്ണമായി നടന്നു. കുടുംബം ആ തിരച്ചിൽ തൃപ്തി രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനെത്തി. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ CP1ലാണ് പരിശോധന നടത്തുന്നത്. പക്ഷേ ട്രക്ക് ഉണ്ടാകും എന്നുള്ള സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത് CP4ലാണ്. ആ CP4ന് സമീപമാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അവിടെയാണ് ഈ ഡ്രഡ്ജർ വെസൽ കൊണ്ട് നങ്കൂരമിട്ടിരിക്കുന്നത്. അവിടെയാണ്. ഇതിൽ വൈകുന്നേരമാണ് ഈ കാർവാർ MLA സതീഷ് കൃഷ്ണ സൈനും കാർവാർ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ ഇന്ദ്രബാലനും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നത്. അവിടെ നിർണായകമായ 2 നീക്കങ്ങൾ. ഒന്ന്, ഈ ലോറി ഉടമ മനാഫിനെ വിളിച്ച് ഈ മനാഫിനോട് ഈ വാഹനത്തിൽ, ഈ ഡ്രഡ്ജർ വെസലിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നു. മനാഫിന് ചോദിച്ചറിയാനുള്ള അവസരം മനാഫിന് നൽകുന്നു, അത് കാണാനുള്ള അവസരം നൽകുന്നു. തൊട്ട് പിന്നാലെ അർജുന്റെ സഹോദരിയെയും ഒപ്പം സഹോദരിയുടെ ഭർത്താവ് അഞ്ജുവിനെയും ജിതിനെയും കൂടി പ്രത്യേക ബോട്ടിൽ ഈ ഡ്രഡ്ജറിലേക്ക് എത്തിച്ച് ഇന്ന് ലഭിച്ച വസ്തുക്കൾ അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു. ഇതിലെ പ്രധാനപ്പെട്ട നീക്കം ഇതാണ് ഉന്മേഷ്. അതായത് ഈ മിഷൻ എത്രത്തോളം റിസ്കിലാണ് നടത്തുന്നത്, ഈ വെള്ളത്തിലുള്ള ഈ മിഷൻ എത്രത്തോളം പ്രയാസകരമായാണ് നടത്തുന്നത്, അത് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് സർക്കാർ ഈ മിഷൻ ഇത്രയും പണം മുടക്കി ഈ മിഷൻ ഇവിടെ നടത്തുന്നതെന്ന് അവരെ ബോധിപ്പിക്കുക, അവരെ വിശ്വാസത്തിലെടുക്കുക, അവരെ മനസ്സിലാക്കുക എന്ന നീക്കമാണ് അധികൃതരും കാർവാർ MLAയും കാർവാർ SP അടക്കമുള്ളവർ ഇപ്പോൾ സ്വീകരിച്ചത്. അത് മാത്രമല്ല, കേരള മാധ്യമങ്ങളെ അവർ അവരുടെ തന്നെ പ്രത്യേക ബോട്ടുകളിൽ ആ ഡ്രഡ്ജറുകളിലേക്ക് എത്തിച്ച് അതിനുള്ളിലുള്ള ദൃശ്യങ്ങൾ, ഇന്ന് കണ്ടെത്തിയ ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കാനും അവരുടെ പ്രതികരണം തേടാനും ഒക്കെയുള്ള അവസരം അവർ തന്നെ ഒരുക്കിക്കൊടുത്തു. പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. നാളെ ഈ ഷിരൂർ ഉൾപ്പെടുന്ന ഈ ഉത്തര കന്നഡ മേഖലയിൽ നാളെ മുതൽ 3 ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തകർത്തു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജിംഗ് പോസിബിൾ അല്ല. അതായത് ഈ മണ്ണ് നീക്കം, അതുപോലെ ഇതിനെ നങ്കൂരം വിട്ടുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നത് ആ കനത്ത മഴയിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈ നദിയിലെ ജലനിരപ്പ് ഉയരും, ഒഴുക്ക് വർദ്ധിക്കും. സ്വാഭാവികമായി താൽക്കാലികമായെങ്കിലും അപ്പോൾ ഡ്രഡ്ജിംഗ്, ഈ മണ്ണ് നീക്കം നിർത്തിവെക്കണം. അങ്ങനെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിവരെ ബോധിപ്പിക്കണം. അത് കുടുംബത്തെ വിശ്വാസത്തിലെടുക്കണം, കേരള മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ആ നീക്കം കൃത്യമായി നടന്നിട്ടുണ്ട്. അപ്പോഴും അവർ പറയുന്നുണ്ട് നാളെ ഈ ദൌത്യം പുനരാരംഭിക്കും. CP4ൽ മാത്രമല്ല ഈ 4 പോയിന്റുകളിലും യഥാസമയം പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ MLA വ്യക്തമാക്കിയത്. പക്ഷേ CP4 കേന്ദ്രീകരിച്ചായിരിക്കും നാളത്തെ പരിശോധനയുടെ പ്രധാനപ്പെട്ട ഊന്നലും. ആ മേഖലയിലാണ് ഈ ഐബോ ഡ്രോൺ അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ച റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നടത്തിയ ഈ പോയിന്റ് ഔട്ട് ചെയ്ത സ്ട്രോങ് സിഗ്നൽ കണ്ടെത്തിയ മേഖല CP4 ആണ്. ആ കോൺടാക്ട് പോയിന്റ് 4-നടുത്തായിരിക്കും പരിശോധന കൂടുതലായി നടത്തുക. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അല്പം ഇരുട്ടാണെങ്കിൽ പോലും ആ ദൃശ്യങ്ങളിൽ കാണാം. കാര്യമായി മൺകൂരകളുള്ള ഒരു പ്രദേശമാണ്. കാര്യക്ഷമമായി തന്നെ അവിടെ അങ്ങനെയെങ്കിൽ പരിശോധന നടത്തേണ്ടി വരും. അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടി വരും. അത്
ശ്രമകരമായ ഒരു ജോലി കൂടിയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ഈ മൂന്നാം ഘട്ട ഷിരൂർ ദൌത്യത്തിന്റെ 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കി കഴിഞ്ഞു. അത് അർജുന്റെ കുടുംബത്തെ അത് അറിയിച്ചിട്ടുണ്ട്, അവരെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. ഇന്ന് പൂർണ്ണ തൃപ്തിയാണ് ഇന്ന് കുടുംബാംഗങ്ങൾ ഇന്നത്തെ തിരച്ചിൽ രേഖപ്പെടുത്തിയെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം CP1 രാവിലെ ആരംഭിച്ച പരിശോധന അല്പം മുമ്പ് വരെ CP1 തുടർന്നു. ഇതാ കഴിഞ്ഞ നിമിഷം മാത്രമാണ് ഈ ഡ്രഡ്ജർ വെസൽ ഇവിടേക്ക് എത്തിച്ചത്. ആ ഡ്രഡ്ജർ വെസൽ ഇവിടേക്ക് എത്തിക്കുമ്പോൾ പോലും അതിനുള്ളിൽ അർജുന്റെ സഹോദരി അഞ്ജുവും ഒപ്പം സഹോദരൻ ജിതിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത് തുടരണം, നിങ്ങൾ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത ഇവിടെ നിന്ന് നൽകരുത് എന്നാണ് സതീഷ് കൃഷ്ണ സേൽ അതിനുള്ളിൽ നിന്ന് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും, അതായത് സർക്കാരിന്, കർണാടക സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്, അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ ആവശ്യത്തോടൊപ്പമാണ്. കേരളത്തിന്റെ ആവശ്യം എന്നാൽ അർജുന്റെ തിരോധാനത്തിന് തുമ്പുണ്ടാക്കണം, അർജുനെ കണ്ടെത്തണം, ആ ട്രക്ക് കണ്ടെത്തണം എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതു ആവശ്യം. ആ ആവശ്യത്തോടൊപ്പം കർണാടക സർക്കാർ നിൽക്കുന്നു എന്ന് കൃത്യമായി ഇന്ന് ബോധ്യപ്പെടുത്താൻ, വരച്ചിടാൻ ജില്ലാ ഭരണകൂടത്തിനും അത് MLAക്കും SP അടക്കമുള്ളവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് താൽക്കാലികമായി ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ഇത് പുനരാരംഭിക്കും, കടുത്ത മഴയില്ലെങ്കിൽ മാത്രം. അലക്സ് മുഹമ്മദ് തുടരുക. ഇപ്പോൾ വസന്തകുമാർ ചോദിക്കുന്നുണ്ട്, ലോറിയുടെ ഭാഗങ്ങളൊക്കെ കിട്ടിയല്ലേ? ഇന്ന് കിട്ടിയ ടയർ അടക്കമുള്ള ഭാഗങ്ങളൊക്കെ മറ്റേതോ ട്രക്കിൻ്റെതാണ്, പക്ഷേ അർജുൻ ഓടിച്ച ലോറിയുടെ ചില ഭാഗങ്ങളൊക്കെ കിട്ടുകയുണ്ടായി, അതിലെ കയർ കിട്ടുകയുണ്ടായി, ഒരു ക്രാഷ് ഗാർഡ് ഉണ്ട്, അങ്ങനെ ചില സൂചനകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയുണ്ടായി. അലക്സ് മുഹമ്മദ് തുടരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഈ നാളത്തെ പരിശോധന അങ്ങനെയെങ്കിൽ ഈ സ്പോട്ട് 4 മാത്രമായി കേന്ദ്രീകരിച്ചാണോ അതോ മറ്റിടങ്ങളിലേക്ക് കൂടി പരിശോധന ഉണ്ടാകുമോ? ഉന്മേഷ, അവർ പറഞ്ഞത്, കാർവാർ MLA അടക്കം പറഞ്ഞത് 4 സ്പോട്ടുകളിലും പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഇന്ദ്രപാലനോട് നമ്മൾ സംസാരിച്ചിരുന്നു, ഇന്ദ്രപാലൻ പറയുന്നത് സ്പോട്ട് 4-ൽ കാര്യമായ പരിശോധന നടത്തണം. ആ സ്പോട്ട് 4-ൽ എവിടെയാണ് കൃത്യമായ സിഗ്നൽ കിട്ടിയത്, സ്ട്രോങ് സിഗ്നൽ എവിടെയാണ് ഉള്ളതെന്ന് ഈ ഡ്രഡ്ജിംഗ് വെസലിലെ ഈ ഉദ്യോഗസ്ഥരോട്, ആ ജീവനക്കാരോട് പറയേണ്ടതുണ്ട്. ഒപ്പം ഡൈവേഴ്സിന് അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകും. ഈ നിലവിലെ ഈ തിരച്ചിലിനെ CP4ലേക്ക്, സ്ട്രോങ് സിഗ്നൽ ലഭിച്ച CP4ലേക്ക് താൻ നയിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനർത്ഥം നാളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ കോൺടാക്ട് പോയിന്റ് 4-ലായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. അത് മാത്രമല്ല, ഈ ഡ്രഡ്ജർ വെസൽ ഇപ്പോൾ നിൽക്കുന്നതിന്റെ കുറച്ച് മുൻഭാഗത്തായി ഇന്ന് രാവിലെ ഇലക്ട്രിക് ടവറിന്റെ വലിയ ഭാഗങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചെറിയൊരു അംശം മാത്രമാണ് ആ ഡ്രഡ്ജർ വെസലിലുള്ളത്. ആ ഇലക്ട്രിക് ടവറിന്റെ നല്ലൊരു പങ്കും നല്ലൊരു ഭാഗവും ഇപ്പോഴും ആ പുഴയ്ക്കകത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടിന്റെ മേൽക്കൂരയായി ഉപയോഗിക്കുന്ന തകര ഷീറ്റ് അതിനുള്ളിലുണ്ട്, അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയതാണ് അതൊക്കെ. അത്തരത്തിൽ ഈ മേഖലയിൽ കാര്യമായ പരിശോധന നടത്തും എന്നുള്ളതാണ് ഇന്ദ്രപാലനടക്കം പറഞ്ഞത്. നാളെ നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ, ഇന്ന് കണ്ടെത്തിയതിനെ കുറിച്ച് ഇന്ന് പറയാനാണെങ്കിൽ കാര്യമായി, അതായത് ഈ 4 ദിവസം, ഈ മൂന്നാമത്തെ ഷിരൂർ ദൌത്യം ആരംഭിച്ച് 4ാം ദിനം ഒരുപാട് ലീഡുകൾ നൽകിയ ദിനമാണ്. അത് അർജുന്റെ ടാങ്കറുമായി ബന്ധപ്പെട്ട് അതിൽ ടാങ്കറിൽ ഉപയോഗിച്ചിരുന്ന വടം, അതിന്റെ ഈ തടിക്കഷണം അടക്കമുള്ളവ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം ചില വളയങ്ങളടക്കം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അർജുന്റെ ട്രക്കുമായി ബന്ധപ്പെട്ടതാണ്. അത് ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അർജുന്റെ ട്രക്ക് അല്ലാത്ത മറ്റ് വാഹനങ്ങളുടെ പലവിധമായ ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. ലോറിയുടെ എഞ്ചിനുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ ബോഡി പാർട്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടയറിന്റെ പിൻഭാഗം, പിൻചക്രം, ഒരു 4 പിൻചക്രം കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കാര്യമായി അങ്ങനെ കുറേയേറെ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ബാഗിന് സമാനമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്, രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയതാണ്. പക്ഷെ അർജുനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വടമാണ്. ഒരു നല്ല നീളത്തിലുള്ള വടം, അത് 3 ഭാഗങ്ങളായി ആ പ്രദേശം CP1-ൽ നിന്ന് കണ്ടെത്തി. ഒപ്പം തടിക്കഷ്ണം കണ്ടെത്തി. ഒപ്പം ചില വളയങ്ങൾ, ഈ വാഹനത്തിൽ വെള്ളം ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡിന്റെ അതിന് ബലം നൽകുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന അത്തരം വളയങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടെടുത്തു. അതും തന്റെ വാഹനത്തിലേതാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് വാഹനങ്ങളെ സംബന്ധിച്ച് ഏതിന്റെയൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോഴും സ്ഥിരീകരണമില്ല. പക്ഷേ ഇതിനുള്ളിൽ നിരവധിയായ കാര്യങ്ങൾ ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളതാണ്. ആ പരിശോധന നടത്തണം. CP4-ൽ ഈ ട്രക്കിന്റെ സ്ട്രോങ് സിഗ്നൽ കാണിച്ച ഭാഗമാണ്, അവിടെയായിരിക്കും നാളെ. ശരി അലക്സ്, ഏതായാലും നാളത്തെ പരിശോധന അവിടം കേന്ദ്രീകരിച്ചാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും മഴയാണോ അവിടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. നിലവിൽ മഴയില്ല, കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ട്. അടുത്ത ദിവസം അവിടെ മഴയുണ്ടാകും, 3 ദിവസം മഴയായിരിക്കുമെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ദൗത്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. സീന മുഹമ്മദ് ചോദിക്കുന്നത്, ഫോറൻസിക് റിപ്പോർട്ട് എപ്പോൾ വരും? അതൊരു തെളിവാണല്ലോ എന്നുള്ളതാണ്. നേരത്തെ ഒരു അസ്ഥികഷ്ണം അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു, അത് മനുഷ്യൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് മനുഷ്യന്റെ അസ്ഥി അല്ല, അത് മൃഗത്തിൻ്റെതാണ് എന്നുള്ള തരത്തിലാണ് പിന്നീട് റിപ്പോർട്ടുകളൊക്കെ വന്നത്. അരുൺ പൂപ്പറമ്പ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ദൗത്യമേഖലയിൽ നിന്ന്. അരുൺ, ഡ്രഡ്ജറിലേക്ക് അർജുന്റെ കുടുംബാംഗങ്ങളെ അടക്കം എത്തിക്കുമ്പോൾ
MLA എത്തുമ്പോൾ SP എത്തുമ്പോഴൊക്കെ അരുണും ഒപ്പം ഉണ്ടായിരുന്നുവല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ട് അരുൺ ഇപ്പോൾ? ഉന്മേഷ്, കാർവാർ MLAയും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ ആ ഡ്രഡ്ജറിൽ നിന്ന് വിശദീകരിച്ചു. അതായത് ആ കുടുംബവുമായി അവരോട് ആശയവിനിമയം നടത്തി ഈ തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ അവരൊരു ധാരണയിലെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ അത് വിശദീകരിക്കുകയും ചെയ്തു. അർജുൻ്റെ കുടുംബത്തെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്താണ് തെരച്ചിൽ നടത്തിയത്. തെരച്ചിലിൽ നമുക്ക് ആശാവഹമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും അർജുൻ്റെ ലോറിയുടേതെന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തി അത് മനാഫ് സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ലോറിയുടെ ഭാഗങ്ങളും, അതായത് ടയറുകൾ ഉൾപ്പെടെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഊർജിതമായിട്ടുള്ള ഡ്രഡ്ജിങ് ഇന്ന് നടന്നിട്ടുണ്ട്, അത്തരം തെരച്ചിൽ ഇന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ നാളെ ആ ഒരു സ്പോട്ട് മാത്രമായിരിക്കില്ല. അത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള 4 സ്പോട്ടുകളുണ്ട്. അതിൽ ഈ 4ാമത്തെ സ്പോട്ടാണ് കുറച്ചുകൂടി കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത്. ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ കൂടി പരിശോധന തെരച്ചിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് അവരെത്തിയിട്ടുള്ളത്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ നാളെ തെരച്ചിൽ നടക്കും. അദ്ദേഹം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ കൃത്യമായ സ്പോട്ടുകൾ, അതായത് നേരത്തെ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകൾ, പ്രത്യേകിച്ച് സ്പോട്ട് 4 ഉൾപ്പെടെ വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവിടെ ലോഹ സാന്നിധ്യത്തിന്റെ കൂടുതൽ ഒരു സാധ്യതയുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അതിനുശേഷം നമ്മോട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ കേന്ദ്രങ്ങൾ, ആ സ്പോട്ടുകൾ കൂടി കേന്ദ്രീകരിച്ച് തെരച്ചിൽ വ്യാപിപ്പിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, നമുക്ക് നിലനിൽക്കുന്ന ഒരു ആശങ്ക, അടുത്ത 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്, കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. അതൊരു ആശങ്കയായി നിലനിന്നിരുന്നു. ജില്ലാ ഭരണകൂടം ഇടയ്ക്ക് മഴ ശക്തമായാൽ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊപ്പം നടത്തിയിരുന്നു. പക്ഷേ കാർവാർ MLA പറഞ്ഞത് അത്തരത്തിൽ തിരച്ചിൽ പൂർണ്ണമായി നിർത്തിവെക്കില്ല. ശക്തമായ മഴ പെയ്താൽ തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെച്ച് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും. ഡ്രഡ്ജിംഗ് കരാർ പൂർത്തിയാകുന്നവരെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തും. എന്തായാലും വിശദമായ, അതായത് ലോറി കണ്ടെത്തുന്നവരെ ദൗത്യം തുടരുമെന്ന ആത്മവിശ്വാസം നൽകുന്ന പ്രതികരണമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കാർവാർ MLA ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അലക്സ മുഹമ്മദ് കൂടി ഉൾപ്പെടുന്ന 24 വാർത്താ സംഘം അവിടെയുണ്ട്. നാളെയും തെരച്ചിൽ നടക്കുമ്പോൾ തത്സമയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.